എല്ലാവർക്കും കോമക്സ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് നിമേഷ. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ ആദ്യ ദിവസം തന്നെ കിട്ടി. ലൈക്ക് ചെയ്ത്, വാച്ച് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മൂപ്പൻസ് വ്ലോഗ് ചെയ്യുന്ന ശരത്തേട്ടൻ എനിക്ക് ഒരുപാട് നല്ല സജഷൻസും കമൻറ്റും നൽകിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു തിയറിയാണ്. അത് ഒരു കുട്ടി വിനിത ഷജു ബികോമിന് പഠിക്കുന്ന കുട്ടിയുടെ ഒരു കമൻറ്റിൻ്റെ ബേസിലാണ്. ആ കുട്ടി പറഞ്ഞു, രണ്ട് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു ക്യൂട്ടി ഡിസ്കസ് ചെയ്യണമെന്ന്, രണ്ടാമത് പറഞ്ഞത് എസ് എ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയോടായിട്ട് പറയാണ്, നമ്മളെന്തായാലും ക്യൂട്ടി ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ ഈ എസ് എ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ACC സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു പ്രോബ്ലം ഏരിയ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കമൻറ്റ് കണ്ടത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോയിട്ട് സൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് അവരുടെ പാറ്റേൺ മനസ്സിലായി. അവരുടെ എസ് എ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 പ്രോബ്ലം ഒരു തിയറിയുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോബ്ലമാണല്ലോ ചെയ്തത്. അപ്പോൾ ഇത്തവണ ഒരു തിയറി ആവാം, ഒരു വെറൈറ്റിക്ക് എന്ന് വിചാരിച്ചിട്ട് തിയറി തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു എസ് എ മാക്സിമം മാർക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് ഒരു എസ് എ നല്ല രീതിയിൽ എഴുതുക, ആ ഒരു പാറ്റേൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഓൾറെഡി ഒരു സ്വന്തം വേ ഓഫ് റൈറ്റിംഗ് ഉള്ളവർക്ക് അത് ഓൾറെഡി സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട്. ടീച്ചേഴ്സൊക്കെ നന്നായി അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. നല്ല മാർക്സൊക്കെ എസ്സേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് അവരവരുടെ സ്കില്ല്, അവരവരുടെ വേ ഓഫ് റൈറ്റിങ്ങിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഒരുപാട് വാരി വലിച്ചൊക്കെ പഠിച്ചിട്ടും വാരി വലിച്ച് എഴുതിയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, എസ് എ ക്വസ്റ്റ്യനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതെങ്ങനെയാണ് നല്ല രീതിയിൽ എസ് എ പ്രസൻറ്റ് ചെയ്യുക, ടീച്ചേഴ്സിന് നല്ല ഇംപ്രഷൻ വരുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാത്രമല്ല, ആ 2019 ബികോമിൻ്റെ 4th സെമസ്റ്റർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ, ഒരു തിയറി എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ PPTയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഞാൻ ആ എസ് എ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് എസ് എ എങ്ങനെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷനാണ്. നല്ലൊരു ഓപ്പണിംഗ് സെൻറ്റൻസ് വെച്ചിട്ട് വേണം ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. അത് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ മൈൻഡ് ഹുക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ നീട്ടി വലിച്ചെഴുതരുത്. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആൾക്ക് നല്ല വ്യക്തത കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ എപ്പോഴും ഓപ്ഷനിലാണ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സംഗതിയെ കുറിച്ചാണ് നമ്മളോട് എസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, മാത്രം നമ്മൾ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു എസ് ഒക്കെയാണ്, ജനറൽ എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനൊരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ നമുക്ക് MBOനെ കുറിച്ചിട്ടാണ് ഒരു എസ് വന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും MBOൻ്റെ എന്താണ് MBO എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കണം. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എഴുതുന്ന പേപ്പറിൻ്റെ അതേ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറാണ് നമ്മൾ എഴുതുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കണം. പിന്നെ ഡെഫിനിഷൻ എഴുതുമ്പോൾ എക്സാഗ്രേറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് എഴുതേണ്ടത്. പിന്നെ വരുന്നതാണ് കണ്ടൻറ്റ് നല്ല സ്ട്രക്ചേർഡ് മാനറിൽ വേണം എഴുതാനായിട്ട്. ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് വേണം ആദ്യം ഉൾപ്പെടുത്താനായിട്ട്. പിന്നെ എക്സാമ്പിൾസൊക്കെ വെച്ച് നന്നായിട്ട് എഴുതുക. പിന്നെ ഓരോ സബ് പോയിൻറ്റ്സും നമ്മളിങ്ങനെ നമ്മളുടെ നമ്പേഴ്സ് വെച്ചിട്ടോ ബുള്ളറ്റിൻ പോയിൻറ്റ്സ് വെച്ചിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഈ കണ്ടൻറ്റിൻ്റെ ആണ് നമ്മൾ ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്, ടേബിൾസൊക്കെ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതൊക്കെ നല്ല മാർക്സൊക്കെ വീഴാനായിട്ട് നമ്മളെ സഹായിക്കും. നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും.
പിന്നെ വരുന്നത് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എപ്പോഴും ഈ ഓൾ കണ്ടൻറ്റിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ്. അപ്പോൾ അത് 3 to 4 സെൻറ്റൻസ് വരെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ അതിൽ നമുക്ക് ഓൺ ഒപ്പീനിയൻസോ സജഷൻസോ സ്റ്റേറ്റ്മെൻറ്റ്സോ ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതാം. നല്ലൊരു എൻഡ് വേണം, എന്നാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ഒരു ഓർഡർ ഇല്ലാണ്ട് എഴുതരുത്, ഒരു ബിഗിനിങ്ങും ഒരു എൻഡും ഇല്ലാണ്ട് ഒരു എസ്സേയും എഴുതാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എസ്സേയിൽ നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി നമുക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള BCom 4th സെമസ്റ്ററുകാരുടെ 2090 ക്വസ്റ്റ്യൻ പേപ്പറിലെ കോസ്റ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ബുക്കൊന്നും ഇല്ലാണ്ട് ഈ ലോക്ക്ഡൗണിൽ പെട്ട് ബുക്കൊന്നും വാങ്ങാൻ പറ്റാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇതെങ്ങനെയാണ് എസ്സേ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Question: Define cost accounting. Distinguish between cost accounting and financial accounting. ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യണം. പിന്നെ ഞാനിവിടെ ഓരോന്നിനും ഇൻട്രൊഡക്ഷൻ, അതുപോലെ കണ്ടൻറ്റ്, ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എസ്സേക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തായാലും മനസ്സിലാവും ഇത് ഇൻട്രൊഡക്ഷനാണ്, ഇത് കണ്ടൻറ്റാണ്, കൺക്ലൂഷനാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷനിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു സാറ്റിസ്ഫൈ ദി വാരിയസ് യൂസേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ദി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് സെൻറ്റൻസ്. നല്ലൊരു സെൻറ്റൻസ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ ക്യാഷ് അക്കൗണ്ടിങ് ഈസ് എന്നൊന്നും പറഞ്ഞിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. ഒരു നല്ലൊരു ഓപ്പണിംഗ് സെൻറ്റൻസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിലെന്താ പറയുന്നത്? വാരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ട്, അവർക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അവരുടെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ പല ബ്രാഞ്ചസും തുടങ്ങിയിട്ടുള്ളതെന്നാണ്. ഈ വാരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കുക. ആരാ? ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ജനറൽ പബ്ലിക്, ഇവരൊക്കെയാണ് വാരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്രെഡിറ്റേഴ്സിന് എന്തിനാണ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആവശ്യം? അവർക്ക് അറിയണം അവർ തന്നിട്ടുള്ള പൈസ ഓർഗനൈസേഷന് തിരിച്ചടയ്ക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയണം. അതാണ് അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ ഈ വാരിയസ് പാർട്ടീസിന് ഇൻഫോർമേഷൻ നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ വാരിയസ് ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ എന്താ പറയുന്നത്? ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, എക്സെട്ര. ഇനി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ഇറ്റ് ഹാൻഡിൽ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫേം. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റുകളെ അക്കൗണ്ട് ചെയ്യുന്നതാണ്, ചിലവുകളെ അക്കൗണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ എങ്ങനെയാണ് ഒരു ഫേം ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെയൊക്കെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന, കോസ്റ്റ് നിർണ്ണയിക്കുന്ന ഒരു ആർട്ടാണെന്ന് പറയാം. On the other hand, financial accounting concerned with recording financial data of an organization in order to exhibit exact position of the business. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ യഥാർത്ഥ പൊസിഷൻ മീൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ഫിനാൻഷ്യൽ ഡാറ്റ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ആണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി ഡെഫിനിഷൻസ് നോക്കാം. 2 ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും. പറ്റുമെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഡെഫിനിഷൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ദ CIMA has defined cost accounting as the process of accounting for cost from point at which the expenditure is incurred or committed to the establishment of its ultimate relationship with the cost center and cost unit. Financial accounting is defined as the form of accounting which is concerned with the preparation of financial statement and communication of accounting or business information to the external users including shareholders, employees, etc. അതിൽ CIMA എന്ന് പറയുന്നത് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ആണ്. ഇനി നമുക്ക് കണ്ടൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ടേബിളിലേക്ക് കടക്കാം. കമ്പാരിസൺ ടേബിളിൽ നമ്മളെപ്പോഴും ഡിസ്ട്രിബ്യൂഷനാണല്ലോ നമ്മളോട് പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എപ്പോഴും പാരഗ്രാഫ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ടേബിൾ ഫോമിൽ ചെയ്യുന്നതാണ്. അതിനാണ് കൂടുതൽ കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പം. മാത്രമല്ല അതാണ് ടീച്ചേഴ്സിന് കൂടുതൽ ഇംപ്രഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ടേബിൾ ഫോമിൽ തന്നെ എഴുതാം. ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ദി വോൾ അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വോൾ അക്കൗണ്ടിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്.
ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദി വോൾ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വോൾ ബിസിനസ്സിൻ്റെ തന്നെ അക്കൗണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ മാനുഫാക്ചറിങ് സെയിൽസിനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ അതിൻ്റെ സെയിൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിനൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡീൽ വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു വോൾ ബിസിനസ്സിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. കാരണം എന്താണ്? അത് ഡീൽ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് മാത്രമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത് വോൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? അത് ഡീൽ ചെയ്യുന്നത് എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിനെയാണ്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് എയിം ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നിലനിർത്താനാണ് എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എയിം ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ എയിം ചെയ്യുന്നത് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് ഓൾ ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ്, അടുത്ത പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ട്സ് റെക്കോർഡ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആക്ച്വൽ കോസ്റ്റിന് ഹിസ്റ്ററിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഒരു കഴിഞ്ഞു പോയിട്ടുള്ള ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റേനെയാണ് ആക്ച്വൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് ഓൾറെഡി പെർഫോം ചെയ്ത ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ്, അതാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആക്ച്വൽ കോസ്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റും, അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കോസ്റ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ്? ഓൾറെഡി പെർഫോം ചെയ്തുള്ള ഓൾറെഡി ആക്ച്വൽ പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ കോസ്റ്റുകളാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ ദി ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു പ്രൊഡക്ഷൻ്റെ ട്രൂ കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണെന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ് ആൻഡ് ടു ഷോ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്തിട്ട് അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള വ്യൂ പ്രസൻറ്റ് ചെയ്യുക. അതായത് റിപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നിർമ്മിച്ച് അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വെറുതെ ഒരു ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിന് കമ്പനീസ് ആക്റ്റൊക്കെ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഒക്കെ അത് ഡീൽ ചെയ്യുന്നതാണ്. സോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവശ്യമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് കറക്റ്റായിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് റിപ്പോർട്ടഡ് പീരിയോഡിക്കലി അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്, ഡെയിലി, വീക്ക്ലി ഓർ മന്ത്ലി. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും. അത് ഡെയിലി ആയിരിക്കും, ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും, മന്ത്ലി ആയിരിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് റിപ്പോർട്ടഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഈസ് ജനറലി 1 year. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 yearലേക്കാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇയറിന് ശേഷമാണ്. പക്ഷേ അതല്ലാതെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പോലെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. ഇനി കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ വിത്ത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ. കോസ്റ്റ് അക്കൗണ്ട് എപ്പോഴും എന്താണ്? ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ. കാരണം ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിനും സെയിൽസിനൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. സോ അത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസിനെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷനെയാണ്. അത് ഞാൻ പറഞ്ഞതാണ്. കാരണം ഈ ഇൻഫോർമേഷൻസ് ആവശ്യമുള്ള എക്സ്റ്റേണൽ പാർട്ടീസിനാണ് കൂടുതലായിട്ടും. സോ അവർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡീൽ ചെയ്യുന്നത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആയിട്ട്, അതായത് ബിസിനസ്സും ഔട്ട്സൈഡേഴ്സും തമ്മിൽ.
ഇനി അടുത്ത പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഗീവ്സ് എംഫാസിസ് ഓൺ കൺട്രോൾ ഓൺ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. ഇതിന് കോസ്റ്റ് അക്കൗണ്ടിൽ പ്രത്യേക ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കൂടുതൽ എംഫാസിസ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത് എന്തിലാണ്? ഈ മെറ്റീരിയൽ, ലേബർ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് നൽകുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗീവ്സ് എംഫാസിസ് ഓൺ റിപ്പോർട്ടിംഗ് നോട്ട് കൺട്രോൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഊന്നൽ കൊടുക്കുന്നത്, അതായത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? റിപ്പോർട്ടിങ്ങിലാണ്. അതായത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്, അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. Next point, cost accounts are tailor-made to suit needs of specific organization, division, department, etc. കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ് സെൻറ്റേഴ്സിനും ഡിവിഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ടൈലർ മെയ്ഡ്. ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഇപ്പോൾ ഓർഗനൈസേഷനിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിനൊക്കെ പെട്ടെന്ന് സ്യൂട്ട് ആവണ രീതിയിലായിരിക്കും, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓരോ ഓർഗനൈസേഷനും വ്യത്യാസമായിരിക്കാം അതിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്സിൻ്റെ കാര്യങ്ങളും റൂൾസൊക്കെ ഓരോ ഓർഗനൈസേഷനും വ്യത്യാസപ്പെട്ടിരിക്കും. അതിനൊക്കെ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും. ഓരോ ഡിവിഷനിൽ വ്യത്യാസപ്പെട്ടിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് കുഴപ്പമില്ല, അത് ടൈലർ മെയ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗൈഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഗ്യാപ്പിൻ്റെ ബേസിലാണ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം, ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കണം. യൂണിഫോമിറ്റി ഉണ്ട്, കാരണം അതിന് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദ കോസ്റ്റ് ഡാറ്റ ആർ ഹെൽപ്ഫുൾ ഇൻ ഇവാലുവേറ്റിംഗ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ കോസ്റ്റ് ഡാറ്റ സഹായിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഇവാലുവേറ്റ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരാനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സാധിക്കില്ല. അതായത് ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അസസ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻ അത്ര കണ്ട് യൂസ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് അഡ്വക്കേറ്റ് ഡാറ്റ ഫോർ ഫോർമുലേറ്റിംഗ് പ്രൈസിംഗ് പോളിസി. അപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത് എന്തായിട്ടാണ്? സെയിൽസ് ആയിട്ടാണ്, അതുപോലെ തന്നെ എല്ലാ കോസ്റ്റുകളും ആണ്. അപ്പോൾ എന്തായാലും പ്രൈസിങ് പോളിസീനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സാധിക്കും. അപ്പോൾ കറക്റ്റ് ഡാറ്റ, പ്രൈസിങ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ഡാറ്റ തരാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സാധിക്കും. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് ഗൈഡ് ദി ഫോർമുലേഷൻ ഓഫ് പ്രൈസിംഗ് പോളിസി. ഇതിൽ പ്രൈസിംഗ് പോളിസിക്കൊന്നും അങ്ങനെ പ്രൈസിംഗ് പോളിസീനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള യാതൊരുവിധ ഇൻഫോർമേഷൻസും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം അത് കൺട്രോൾ അല്ല ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്, നമ്മൾ നോക്കിയതാണ്. ലാസ്റ്റ് പോയിന്റ്, ഇൻ കോസ്റ്റ് അക്കൗണ്ട് സ്റ്റോക്ക് ഈസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എപ്പോഴും കോസ്റ്റ് പ്രൈസിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലെസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ, ഇതിൽ ഏതാണ് കുറവ് അതിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ ഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കിയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. ലാസ്റ്റ് വൺ കൺക്ലൂഷൻ പാർട്ടാണ്. അപ്പോൾ കൺക്ലൂഷനിൽ എന്താ എഴുതിയിരിക്കണമെന്ന് നോക്കാം. ദീസ് ആർ ദി മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് കോസ്റ്റ് അക്കൗണ്ട്സ് മേക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് വേർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ് ബിഗിൻ. എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ കംപ്ലീറ്റ് ആക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അവിടെയാണ് കോസ്റ്റ് അക്കൗണ്ട് ബിഗിൻ ചെയ്യുന്നത്. ബോത്ത് ആർ സിമിലർ ഇൻ സം റെസ്പെക്ട്, ബട്ട് ഇൻ സം അതർ റെസ്പെക്ട് ദേ ഡിഫർ ഫ്രം വൺ അനദർ. രണ്ടും ചില കാര്യങ്ങൾ കൊണ്ട് എന്താണ് സിമിലർ ആണ്, പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും അത് ഡിഫറെൻ്റ് ആണ്. അതാണല്ലോ നമ്മൾ ടേബിളിൽ കണ്ടത്. ഇൻ ബ്രീഫ്, ലാസ്റ്റ് എന്താണ് ബ്രീഫ് ചെയ്തിട്ട് എഴുതാണ്, നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് എഴുതാണ്. ഇൻ ബ്രീഫ്, ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ ദാറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഇൻവാർഡ്ലി ഫോക്കസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ഡിസിഷൻ, വൈൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ഫോക്കസ്ഡ് ഓൺ ഇഷ്യൂയിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ഔട്ട്സൈഡ് പാർട്ടീസ്.
എങ്ങനെയാണ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്? ബ്രീഫ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് ഡിസിഷൻസിനെ ഇൻവാർഡ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഡിസിഷൻസിന് കാപ്പബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുക, അതായത് റിപ്പോർട്ടിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആർക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകുന്നത്? ഔട്ട്സൈഡ് പാർട്ടീസിന് നമ്മൾ കണ്ടതാണ്. എംപ്ലോയീസ് അങ്ങനെ പറഞ്ഞിട്ട് കണ്ട ക്രെഡിറ്റേഴ്സ്, അവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു എസ്സേ എഴുതുക. ഇങ്ങനെ എസ്സേ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കുകളും കൂടിയും ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടിയും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അതൊക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും, ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോഴാണ് എൻ്റെ അടുത്ത ക്ലാസ്സുകളൊക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹോം.